എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാടൻ സാമ്പാർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൽ ഞാൻ മുരിങ്ങയ്ക്കായും കണ്ണിമാങ്ങായും ഒക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി സാമ്പാറാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഈ സാമ്പാർ കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം പരിപ്പാണ്. ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്ത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുന്നു. നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ മുരിങ്ങയ്ക്കായുടെയൊക്കെ ഒരു സീസൺ ആണല്ലോ. ഇനി ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്ന ഒരു 5 കൊച്ചുള്ളി രണ്ടായിട്ട് മുറിച്ചതാണ്. ഒരു 2 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്ന ഒരു തക്കാളി പഴുത്തത് അരിഞ്ഞതാണ്. ഇത്രയും കൂടി ചേർത്തിട്ട് ഇതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെന്തെടുക്കാം. ഇത് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതിന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് ചേർക്കുന്നത് കണ്ണിമാങ്ങയാണ്. ഞങ്ങൾക്കിവിടെ മാവുണ്ട്, അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു 2-3 കണ്ണിമാങ്ങ പറിച്ചതാണ്. അതും കൂടി ചേർത്തിട്ടൊന്ന് കറി വെക്കാമെന്ന് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. കണ്ണിമാങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാനിതിൽ വളംപുളി ചേർക്കുന്നില്ല. ഇനി നമുക്ക് വെന്തോന്നൊന്നും നോക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇത് നമുക്ക് നോക്കാം. മുരിങ്ങയ്ക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നോക്കാവേ. കണ്ടോ, ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു ചുവന്ന ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഇടുന്ന കൂടെ തന്നെ ഉലുവ കൂടി ചേർക്കേണ്ടതാണ്. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്താണ് ഇതിനകത്ത് ഉലുവ ചേർക്കുന്നത്. നേരത്തെ എനിക്ക് ചേർക്കാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നു, അതിപ്പോൾ ചേർക്കുകയാണ്. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഉലുവായും കൂടി ഒന്ന് പൊട്ടി വരണം. നിങ്ങൾ ഉലുവ ചേർക്കുമ്പോൾ കടുകിൻ്റെ കൂടെ തന്നെ ഉലുവായും ചേർക്കണം. ഇതിപ്പോൾ ഉലുവയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളിയും കൂടെയാണ്. പിന്നെ ഒരു വറ്റൽമുളക് 3ആയിട്ട് മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നേരത്തെ ഞാനൊരു തക്കാളി ചേർത്തിട്ടുണ്ട്, എങ്കിലും ഇത് ഗ്രേവിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇച്ചിരി ഒരു കൊഴുപ്പൊക്കെ ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചേർക്കുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ജനലിൽ നിന്ന് വരുന്ന വെട്ടമാണ്, അത് എല്ലാവരും ക്ഷമിക്കുക. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എനിക്ക് ചപ്പാത്തിക്കും കൂടെ എടുക്കേണ്ടത് കൊണ്ട് ഞാനൊരല്പം വെള്ളം ചേർത്താണ് ഇത് വെക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി 1 ടീസ്പൂൺ കായം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ വാളൻപുളിയാണ് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ ഈ മുളക് പൊടിയൊക്കെ വറുത്തെടുത്തൊരു സമയമുണ്ടല്ലോ, വഴറ്റി മൂപ്പിച്ച്, ആ സമയത്ത് വാളൻപുളി ഒഴിച്ച് തിളച്ചതിന് ശേഷം വെള്ളം ചേർക്കുക. ഞാൻ മാങ്ങ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് വാളൻപുളി ചേർക്കാത്തത്. ഇനി വെന്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സാമ്പാറിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഇതുപോലെ ഒരു സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടിപൊളി സാമ്പാറാണ്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടി ചേർക്കാം. കുട്ടികളൊക്കെ ധാരാളം ചോറുണ്ണും ഇത്രയൊരു കറി ഉണ്ടെങ്കിൽ. ഈ മല്ലിയിലയൊക്കെ ചേർത്തതിന് ശേഷം ഒരല്പസമയം ഒന്ന് അടച്ച് വയ്ക്കണം. ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ദേ കണ്ടോ, നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരണേ. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി.